بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റജബിന്റെ പുണ്യമായ രാവുകളിൽ നാം അള്ളാഹുവിന്റെ റസൂൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും യാത്ര അത് പറഞ്ഞു വരികയാണ്. അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ആ യാത്രയ്ക്ക് ഒരുങ്ങിയിട്ട് യാത്ര തുടങ്ങിയിട്ട് പരിശുദ്ധമായ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് എത്തുന്നതിന്റെ ഇടയിൽ മുത്തുനബി തങ്ങൾ ചില സ്ഥലത്ത് ഇറങ്ങി നിസ്കരിച്ചു. ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയും, ഇവിടെ ഇറങ്ങി നിസ്കരിക്കും നബിയെ, ഇവിടെ ഇറങ്ങി നിസ്കരിക്കും നബിയെ. അങ്ങനെ ഹബീബായ തങ്ങൾ ബുറാക്കിന്റെ തോളിലേറിയിട്ട് അള്ളാഹുവിന്റെ റസൂല് പറന്നു പോകുന്ന ആ വേഗതയോടുകൂടിയുള്ള യാത്രയുടെ ഇടയിൽ അള്ളാഹുവിന്റെ റസൂൽ ഒരു സ്ഥലത്തെത്തി. ഹബീബായ തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇവിടെ ഇറങ്ങണം നബി തങ്ങളെ, നിങ്ങൾ 2 റക്അത്ത് നിസ്കരിക്കണം. ഈത്തപ്പനകളുടെ നാട്, പച്ചപ്പുകളുടെ നാട്, പുണ്യമാക്കപ്പെട്ട പരിശുദ്ധ മദീന. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മദീനയിൽ ഇറങ്ങി 2 റക്അത്ത് നിസ്കരിച്ചു. അള്ളാഹുവിന്റെ റസൂലിനോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട്, അതദ്രി ഐന സല്ലൈത യാ റസൂലല്ലാഹ്, നിങ്ങൾക്ക് എവിടെയാണ് നിസ്കരിച്ചത് നിങ്ങൾക്കറിയുമോ നബിയെ? ഖാലല, ഇല്ല ജിബ്രീൽ. അപ്പൊ പറയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്, നബിയെ, നിങ്ങൾ മക്കയിൽ നിന്ന് ഹിജ്റ വരേണ്ട സ്ഥലമാണ് ഈ മദീന, ത്വയ്ബയാണ്, ഇവിടെയാണ് നിങ്ങൾ നിസ്കരിച്ചത്. പിന്നെയും യാത്ര തുടർന്നു. മദീനിലെ മരത്തിന്റെ ചുവട്ടിലെത്തിയപ്പോൾ അവിടെയും പറഞ്ഞു, നബിയെ ഇൻസിൽ യാ ഹബീബല്ലാഹ്, ഇവിടെ ഇറങ്ങണം നബിയെ. അങ്ങനെ ഹബീബായ തങ്ങളെ ഇറക്കി അവിടെയും 2 റക്അത്ത് നിസ്കരിച്ചു. അതദ്രി ഐന സല്ലൈത, എവിടെയാണ് നിസ്കരിച്ചതെന്ന് നിങ്ങൾക്കറിയുമോ നബിയെ? ഖാല ലാ, ഇല്ല യാ ജിബ്രീൽ, അറിയില്ല. അപ്പോഴാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരുന്ന മരച്ചുവടാണ് അതെന്ന്. അമ്പിയാക്കന്മാർ ഇരുന്ന ഇടം, പവിത്രമാക്കപ്പെട്ട സ്ഥലങ്ങൾ, അതിനെല്ലാം പവിത്രതയുണ്ടെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതിലൂടെ നമുക്കും അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരികയാണ്. പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ച അമ്പിയാക്കന്മാർ ഇരുന്ന ഇടം, സ്വാലിഹീങ്ങൾ ഇരുന്ന ഇടം, പള്ളികൾ, അതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങൾ, അതിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അല്ലാതെ അവിടെ ഇറങ്ങി നിസ്കരിക്കാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പരിശുദ്ധമാക്കപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലും മഹാന്മാരുടെ വാക്കുകളും അവരുടെ പഠനങ്ങളുമെല്ലാം നമ്മളത് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും യാത്ര പോവുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഖബറിന്റെ അടുത്തൂടെ നടന്നു പോവുകയാണ്. മറർത്തു അലാ ഖബ്രി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖബറിന്റെ അരികിലൂടെ നടന്നു പോയപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, മുത്തുനബി തങ്ങൾ കണ്ടു, വഹുവ ഖായിമു യുസല്ലി ഫീ ഖബ്രിഹി, ആ ഖബറിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ പൊന്നു സഹോദരങ്ങളെ, അമ്പിയാക്കന്മാർ ഖബറിന്റെ ഉള്ളിൽ ജീവിക്കുകയാണെന്നും അവർ നിസ്കരിക്കണം, മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. അള്ളാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിക്കുന്നുണ്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വലാത്തിന്റെ വിഷയം പറയുമ്പോൾ, നിങ്ങൾ എവിടെ ഇരുന്ന് സ്വലാത്ത് ചൊല്ലിയാലും ഞാൻ എന്റെ ഖബറിന്റെ ഉള്ളിൽ അതിൽ കേൾക്കും, അതിലേക്ക് എത്തിക്കപ്പെടുമെന്ന് പറയുമ്പോൾ, നബി തങ്ങളെ, അങ്ങയുടെ ഖബറിന്റെ ഉള്ളിൽ അങ്ങ് നുരുമ്പി പോവില്ല എന്ന് ചോദിക്കുമ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഖബറിന്റെ ഉള്ളിൽ അമ്പിയാക്കന്മാർ ജീവിച്ചിരിക്കുമെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഗൗരവത്തോടു കൂടി ഇത്തരം വിഷയങ്ങൾ മനസ്സിലാക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെയും യാത്ര തുടർന്നു. ഷാമിലെത്തി. ഷാമിലെ കൊട്ടാരത്തിന്റെ മലഞ്ചെരുവുകളിടയിൽ ബത്ലഹേം എന്ന സ്ഥലത്തെത്തി. നബി തങ്ങളോട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും പറഞ്ഞു, ഇൻസിൽ, ഇറങ്ങണം നബി, 2 റക്അത്ത് നിസ്കരിക്കണം. അതദ്രി ഐന സല്ലൈത, എവിടെയാണ് നിസ്കരിച്ചത് നിങ്ങൾക്കറിയുമോ യാ റസൂലല്ലാഹ്? ലാ, അറിയില്ല. അതേ മറുപടി. അപ്പൊ പറയാൻ, എവിടെയാണ് സാക്ഷാൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, റൂഹുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച ഇടമാണ് ഇവിടെ എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കുന്നു. നേരെ പോകുന്നു പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിലേക്ക്. അവിടെ ചെന്നു. സർവ്വ അമ്പിയാക്കന്മാരും അവിടെ സന്നിഹിതരാകുന്നു. എല്ലാവർക്കും ഇമാമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ നിസ്കരിക്കുകയാണ്. സഹോദരങ്ങളെ, അങ്ങനെ ഒരു സുദീർഘമായ യാത്ര. ഈ യാത്രയുടെ എല്ലാ കാര്യങ്ങളും വളരെ ചുരുക്കി ഹ്രസ്വമായിട്ട് ഞാൻ പറയുകയാണ്. കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ റസൂല് ബൈത്തുൽ മുഖദ്ദസിലെത്തി. ബുറാഖ് എന്ന വാഹനത്തെ കെട്ടിയിട്ടു. അള്ളാഹുവിന്റെ റസൂൽ ഇമാമത്ത് നിന്ന് നിസ്കരിച്ചു. ഇനി അവിടെ നിന്നും സപ്തവാനങ്ങളിലേക്ക് ഉയർന്നു പോവുകയാണ്. 7 ആകാശങ്ങളും കടന്ന്. ഇൻഷാ അല്ലാഹ് അത് പറയാം. അള്ളാഹു നമുക്ക് കേൾക്കാനും പഠിക്കാനും ഒക്കെയും റബ്ബ് നമുക്ക് തൗഫീക്ക് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.